ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ആംഗിളൊന്നും അത്ര ശരിയാവാൻ സാധ്യതയില്ല. ഞങ്ങളുടെ 17 Pro Maxലാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. 17 Pro ഫോൺ. ഇത് നമ്മൾ H&Mൽ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആക്ച്വലി ദേ ആർ ഓപ്പണിംഗ് എ ന്യൂ സ്റ്റോർ. അപ്പം ഫസ്റ്റ് 300 ഗസ്റ്റിന് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടും. അതുപോലെ ഫ്രീ ഗിഫ്റ്റ്സ് ആർക്കാ ഇഷ്ടമല്ലാത്ത? അതെ, ഫ്രീ ഗിഫ്റ്റ് ഇഷ്ടമായത് കൊണ്ടാണല്ലോ നമ്മൾ ഓടി വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഫസ്റ്റ് 300 പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ആണെന്ന് കേട്ടപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, നടക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. വേറെ എന്താ നമുക്ക്. അപ്പൊ ഇനി നേരെ നമ്മൾ ദുബായ് മാളിന്റെ ഉള്ളിലാണ്. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല റെസ്ട്രിക്ഷൻസ് ആണ് വീഡിയോ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ആ ക്യാമറ എടുത്തില്ല. അപ്പോൾ വിചാരിച്ച് ഫോണിൽ തന്നെ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇനി ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള വിശേഷം നോക്കാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അല്ലേ? അവിടെ എന്തിനു പോണേ? ചുമ്മാ കറങ്ങാനല്ല, അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും, സാമ്പിൾ കിട്ടും. സാമ്പിൾ മേടിക്കാനുള്ള വെറൈറ്റി കൊറിയൻ ഫുഡ് ഐറ്റംസ്, ചൈനീസ് ഫുഡ് ഐറ്റംസ്, അതിനാ പോയി പോണത്. അതെ, ടേസ്റ്റ് ആണ്, അതിനാണ് ഈ ഓട്ടം. ഓ, എന്താന്ന് വെച്ചാ വെക്കണേ? അവിടെ എന്തോ ഇരുന്നു, ബ്രെഡ്. സോ എന്തുണ്ടായേ? അവിടെ ആക്ച്വലി ഇല്ലായിരുന്നു. ഐ തിങ്ക് വീക്കെൻഡിലാണ് കൂടുതൽ സാമ്പിൾസ് ഉണ്ടാവുക. ഇനി ഞങ്ങൾ പറയാൻ വന്ന കഥ എന്താണെന്ന്. എന്തിനാ വന്നത് നമ്മള്? പറഞ്ഞില്ല. ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ H&Mന്റെ എന്തോ റീഓപ്പണിംഗ് ഓഫ് സ്റ്റോർ ഇൻ ദുബായ് മോൾ. അതെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു ഫോർ ദ ഫസ്റ്റ് 300 ഗസ്റ്റ് അല്ല, മീൻസ് കസ്റ്റമേഴ്സിന് അവര് ഫ്രീ ഗിഫ്റ്റ്സും വൗച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കേ, സോ ദാറ്റ്സ് നൈസ്. സോ വി ആർ ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് വി ആർ അമംഗ് ദോസ് 300. അതിനാണ് നമ്മളിപ്പോൾ ഒരു 6 o'clock ആകുമ്പോൾ എത്തിയിട്ടുള്ളതും അത് ഗ്രാബ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. And also it opens at 8 o'clock. We have like 2 hours and we are hoping no one is there. ഇപ്പോൾ ആരും വന്നിട്ടില്ലായിരിക്കും എന്ന് ഓർക്കുന്നു. അല്ലെങ്കിൽ വലിയ ക്യൂ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. I don't think so. ഇത്ര ഏർലി ആയിട്ട് ആൾക്കാർ വരും. നോക്കാം, ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം ആരാണ് തിങ്സ് സോ ഈസ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഞങ്ങളുള്ളത് ചൈന ടൗണിലാണ്. ചൈനയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും വിചാരിക്കും, പക്ഷെ ഞങ്ങളുള്ളത് ശരിക്കും ചൈനയിലാണ് അല്ലേ? ശരിക്കും ചൈനയിലാണ്. ഇതൊരു ഏരിയ ചൈന ടൗൺ എന്ന് പറയുന്നത് ദുബായ് മോളിലുള്ള. ഇവിടെ ചെറി ബ്ലോസം അങ്ങനത്തെ സാധനം ട്രീ ഒക്കെ ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാ കാണും, ദിസ് ഈസ് ദ ചെറി ബ്ലോസം. ഞാൻ ഇത് ഇനി കാണിച്ചു തന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വേണ്ട. എന്ന് ചൈന മള്ളു വന്നാലും ഞാൻ എൻ്റെ പെണ്ണിന് ഇത് കാണിച്ചു കൊടുക്കും. അവൾക്കത് കാണുമ്പോൾ സന്തോഷമാണ് അല്ലേ? എൻ്റെ ഫ്രണ്ടിലൊരു നല്ല വ്യൂ വരുന്നുണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഇത് നോക്കി, ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ ഐസ് കേജ്. ഇത് അന്ന് ഇവിടെ ഈ ഒരു ബാരിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഓപ്പൺ ആയത് ഫുള്ള് ഒരൊറ്റതാണ്. എനിക്ക് എന്താ അവിടെ ട്രെയിനിങ് നടക്കാൻ തോന്നും, അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടുണ്ട്. ഇത് ഇങ്ങനെ ആൾക്കാർ മുഴുവൻ സ്കേറ്റിംഗ്. ദുബായ് മാളിൻ്റെ ഉള്ളിൽ ഐസ് സ്കേറ്റിംഗ്. ദേ ആർ ടീച്ചിങ് സംതിങ്. സി കണ്ടോ, അവർ പഠിപ്പിക്കുക. ഓ, ക്ലാസ്സസ് ആർ ഗോയിങ് ഓൺ. മോമോ ഇതെവിടേക്കാ? H&M ഫൗണ്ടൻ. ദുബായ് മാളിൽ നമുക്ക് എപ്പോൾ വന്നാലും ബോറടിക്കില്ല അല്ലേ? നമുക്ക് എന്തും കുറേ കാണാനുണ്ട്. എപ്പോൾ വന്നാലും പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ആൾക്കാർ എപ്പോഴും ഈ മാളിലാകുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടിലാണ് നമ്മളുള്ളത്. ഇതേ കാണുന്നു ബാക്കിൽ. ദാറ്റ്സ് ദ റിയൽ ഇൻഫിനിറ്റി ഫൗണ്ടൻ. എങ്ങനെയുണ്ട് ആ പേര്? ഇഷ്ടപ്പെട്ട പേരാ, ഞങ്ങൾ ഇഷ്ടപ്പെട്ട പേരാ. ഇത് നമ്മൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയാം. ഈ ഒരു വെള്ളച്ചാട്ടവും ഈ ചാടാൻ നിൽക്കുന്ന ആളുകളൊക്കെ കൂടി കാണുമ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ അല്ലേ? ഇവര് ടൂറിസ്റ്റിന്റെ ഒരു സ്പോട്ടാണ്. സോ നമ്മളങ്ങനെ തേടിയ വലിയ കാലിൽ ചുറ്റി അങ്ങനെ പറഞ്ഞാൽ കുറേ നടക്കാണ്ട്. ദുബായ് മാളിൽ എപ്പോൾ വന്നാലും ഇതാണ്. പക്ഷെ മാൾ ഓഫ് എമിറേറ്റ്സിൽ വന്ന ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോഴത്തേ നമ്മുടെ ബാക്കിൽ കാണുന്നു നമ്മുടെ H&M അല്ലേ? അപ്പോൾ H&Mലെത്തി. ഇനി നമ്മൾ H&M എവിടെയല്ലേ? നമ്മുടെ അക്വേറിയത്തിൻ്റെ, ദുബായ് മാളിലെ ദുബായ് അക്വേറിയത്തിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ്.
സോ ഇനി അത് 8 മണിക്ക് തുറക്കുക. അതുവരെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. 2 മണി 2 മണിക്കൂർ ഞങ്ങളിങ്ങനെ അവിടെ ചില്ലടിച്ചിരിക്കും. അല്ല വേറെ എന്താ ചെയ്യുക? കഴിക്കണം. എല്ലാ ചിലവും മോമോൻ്റെ വന്നു. വി ആർ ഗോയിങ് ഫോർ ദ ട്രീറ്റ്. വെയിറ്റിംഗ് ഫോർ ദ ഗ്രാൻഡ് ഓപ്പണിംഗ്. സോ ഇറ്റ്സ് സ്റ്റാർട്ടഡ്. എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം വെച്ചാൽ ഞാനൊന്ന് സമാധാനമായിട്ട് വ്ളോഗ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ദുബായ് മോളിൽ വന്നാൽ കൗതുകം മാറാത്തൊരു സാധനമാണ് നമ്മുടെ ദുബായ് അക്വേറിയം. ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കും. അപ്പോൾ മോമം ഇങ്ങോട്ട് വന്നു. ഈ കാണുന്ന അക്വേറിയം നോക്കിയേ, ഇതിൽ കുറേ ഫിഷുകളുണ്ട്. അതായത് ഷാർക്ക്, തെരണ്ടി, ഇതാ പോണു തെരണ്ടി, സ്ട്രിങ് റേ പോകുന്നു. അങ്ങനെ ഇതല്ല ഇതിൻ്റെ വ്യൂ. അപ്പുറ സൈഡിൽ നോക്കുമ്പോൾ വീണ്ടും കുറേ വലിയ സ്ക്രീനായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ എത്ര വന്നാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഒരു മടുപ്പും തോന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായാലും എപ്പോഴും ഇങ്ങനെ പല മീനുകളും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എല്ലാം ഒരു പുതുമയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇന്ന് ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇവൾക്ക് അത്ര ഇവിടെ വന്നൊരു കഥയില്ല. വേഗം പോവാന്ന് പറയും. ഇന്ന് ഇവിടെ എങ്ങനെ പറയാം നീ വേഗം പോവാന്ന്? ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയും. അല്ല ഇതാ പോണു വലിയൊരു ഹമ്മൂർ ഇതാ പോണു ഹമ്മൂർ. റിയലി ശരിക്കും ഹമ്മൂറാ. എന്തായി മമ്മു? വെയിറ്റിംഗ് ലോങ് ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളെന്തായാലും ഫ്രണ്ടിലുണ്ട് അല്ലേ? 300 ഉണ്ട്. അതെ, നോക്കട്ടെ. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഓൾറെഡി ബ്ലോക്കായി തുടങ്ങി ഇവിടെ മുഴുവൻ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമല്ല ഫ്രീ ഗിഫ്റ്റ്സ് ഇഷ്ടമുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതാണ് അതിലെ മെയിൻ കഥ. ഇപ്പോഴാണ് കഥ ഞങ്ങൾക്ക് മനസ്സിലായത്. ക്രൗഡായി വരുന്നു. അവരവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നീ കയറിയാ? യെസ്, ഓൾമോസ്റ്റ് ദേർ. അതെ, കുറെ ഫാഷൻ ഫ്രീക്സിന്റെ ആകെ ആൾക്കാരാ ഫ്രെയിമില്. കുറെ ഫാഷൻ ഫ്രീക്സിനെ കാണാനുണ്ട് ഇല്ലേ? ഫാഷൻ ഫ്രീക്സ് എന്ന് പറഞ്ഞാൽ വലിയ പാൻസും വലിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള കുറെ ആളുകളാണ്. ക്യാമറ പൊക്കി പിടിക്കാത്തത്. ഇവിടെ ബാക്കിലൊക്കെ നല്ല ക്രൗഡാണ്. അതൊരു പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഫ്രണ്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചത്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1.5 hours. 1.5 hours ആ നിൽക്കണതിന് വലിയ ഉപകാരം ഉണ്ടായാൽ മതി. എന്തായാലും ഇത്ര നിന്നു. അപ്പം ഇനി 20 minutes കൂടെ നിൽക്കുന്നത് ഇറ്റ് വിൽ ബി സംതിങ്. പുഷ്പം പോലെ തരും ഇല്ലേ? എന്തായാലും അകത്ത് കയറിട്ട് നോക്കട്ടെ ഇനി ഇതിന് ഉപകാരം ഉണ്ടോ. അവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള കഥ. സോ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാറായി. സമയമായി ഏകദേശം അവിടെ നിൽക്കുന്നവർക്കും തുടങ്ങിയിട്ടുണ്ട്. സമയമായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് സെട്ടപ്പെടാന്നാവും. കാരണം നമുക്ക് സമയമില്ല. അവരുടെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് വേണം വേഗം വീട്ടിൽ പോകാൻ. നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആക്കാൻ പറ്റില്ല അല്ലേ? ഇനി നമുക്ക് വിശേഷം H&Mന്റെ ഉള്ളിൽ. സോ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു. സ്റ്റേജ് തുറന്നു. റിബൺ കട്ട് ചെയ്തു. സമയം കുറച്ചായിട്ടുണ്ട്. ഇനി വേഗം അകത്ത് കയറണം. സോ അങ്ങനെ ഗായ്സ്, ഇപ്പൊ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അതെ ഇതായിരിക്കണു. സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഇനീഷ്യലി നമ്മൾ അകത്ത് കയറി. ഒരു മിസ്റ്ററി ബോക്സ് കിട്ടി. പിന്നെ അത് ഞങ്ങൾക്കൊരു H&M ബ്യൂട്ടിയുടെ കുറെ പ്രൊഡക്ട്സ് കിട്ടി. ഈ സ്കിൻ കെയർ അൺബോക്സിംഗ് വീഡിയോ കാണിക്കാം. മിസ്റ്ററി ബോക്സ് കിട്ടി. അതിൽ 400 ദിർഹത്തിന്റെ പർച്ചേസ് ഞങ്ങൾ നല്ല സെലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതേപ്പോ ഞങ്ങൾ തിരിച്ചു പോകും.
ക്രേസി. ഇറ്റ് വാസ് ടാസ്ക് ആയിരുന്നു, ബിഗ് ബോസിലെ ടാസ്ക്. അതെ. സോ ഇനി ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. വയ്യ മക്കളെ, ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. Yeah.